ആർ റഹ്മാൻ്റെ ഭാര്യയായ സൈറ ബാനുവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുംബൈയിൽ കഴിയുന്നത് എന്ന് സൈറ തന്നെ പറഞ്ഞിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് താന് എന്നും തനിക്ക് ഇപ്പോൾ മനസ്സമാധാനമാണ് ഏറ്റവും അത്യാവശ്യമെന്നും ചുറ്റും നിൽക്കുന്നവരോട് അത് മാത്രമാണ് ഞാൻ അപേക്ഷിക്കുന്നതെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സൈറ മുംബൈയിൽ ഒറ്റയ്ക്കാണ് എന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനു ശേഷം സൈറയെ കാണാനായി ആർ റഹ്മാനും മക്കളുമെല്ലാം മുംബൈയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം വാർത്ത എഴുതുന്നത് പ്രകാരം തന്നെ നിരവധി പേർ ആർ റഹ്മാനോട് സൈറയെ ഒറ്റയ്ക്കാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചു. ഇതിനെ തുടർന്ന് തന്നെ അദ്ദേഹം ഇപ്പോൾ ജോലികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സൈറയുടെ അടുത്തേക്ക് തന്നെ പോയിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് നിരവധി കച്ചേരികളും ഷൂട്ടിങ്ങും അതുപോലെ തന്നെ റെക്കോർഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിവെച്ച് തന്നെയാണ് മുൻ ഭാര്യയുടെ ആവശ്യത്തിന് അദ്ദേഹം പോയിരിക്കുന്നത്. അത് നല്ല കാര്യമാണ് എന്ന് പറയുന്നു. ആരും വേണ്ട, തനിക്ക് താൻ മാത്രം മതി എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് സൈറ ഇപ്പോൾ. അങ്ങനെ ജീവിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഒരു സുഹൃത്തായെങ്കിലും കൂടെ നിൽക്കാമല്ലോ. അതാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. അങ്ങനെ വേണം ചെയ്യാനെന്ന് എല്ലാവരും ഇപ്പോൾ ആർ റഹ്മാനോട് പറയുകയാണ്. അത് തന്നെയാണ് ശരിയെന്ന് തോന്നി അദ്ദേഹവും ഇപ്പോൾ സൈറയുടെ അടുത്തേക്ക് മുംബൈയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മക്കളും മുംബൈയിലേക്ക് സൈറയുടെ അടുത്ത് തന്നെ എത്തും. സൈറയ്ക്ക് എന്താണ് അസുഖമെന്ന് ആരും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ സൈറയ്ക്ക് അസുഖമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ ചികിത്സയ്ക്ക് തന്നെയാണ് മുംബൈയിലേക്ക് പോയതും. ചെന്നൈയിൽ നിന്ന് ആർ റഹ്മാന്റെ അടുത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. അതെല്ലാം തന്നെ നേടിയതിനു ശേഷം അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയ നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സൈറ, എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് ആരോഗ്യം ശരിയല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കരുത്. ഇപ്പോൾ വാശി കാണിക്കേണ്ടതോ അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതുമായിട്ടുള്ള സമയമല്ല. വേർപിരിഞ്ഞതൊക്കെ ശരി, ആരെങ്കിലും കൂട്ടു വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹം നിൽക്കുമല്ലോ. അങ്ങനെ തന്നെ നിന്നുകൂടെ? ഒരു സുഹൃത്തായി തന്നെ കൂടെ നിൽക്കുമല്ലോ. പിന്നെന്താണ് പ്രശ്നം? സൈറയുടെ പ്രശ്നം എന്താണ് അസുഖം? ഇങ്ങനെ നിരവധി പേർ ചോദിച്ചെത്തുകയാണ്. പ്രിയപ്പെട്ട സൈറ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് തന്നെ പറയാം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. വേർപിരിഞ്ഞുവെങ്കിലും അദ്ദേഹം ഒപ്പം തന്നെ ഉണ്ടല്ലോ, മക്കളുണ്ടല്ലോ. ഇങ്ങനെ ആരും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അസുഖമുണ്ടെങ്കിൽ ചികിത്സിക്കണം, കൃത്യസമയത്ത് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കണം. അതിനെല്ലാം കൂടെ ആളുകൾ വേണം. അതുകൊണ്ട് തന്നെ സൈറ മാറി നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. മുംബൈയിൽ എവിടെയാണെന്ന് പറഞ്ഞ് മക്കളെയും കൂടി കൂടെ കൊട്ടു. അങ്ങനെയെങ്കിലല്ലേ കൂടുതൽ ആശ്വാസമാവുകയുള്ളൂ. ഈ ഒരു സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കും, അത് നല്ല ശക്തിയോടെ ജീവിച്ചു തുടങ്ങിയാൽ. പക്ഷെ ഇത്ര ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ സാധിക്കില്ല. മുംബൈയിലേക്ക് ചികിത്സ മാറ്റണമെങ്കിൽ തന്നെ നല്ല കാര്യമായ അസുഖമാണ്. അത് ഞങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. സൈറയോട് ആർക്കും ദേഷ്യമില്ലല്ലോ, എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ? തിരികെ വരൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.